അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കുന്നത് 5 ദുആകൾ, ഇന്നത്തെ രാവിലെ നമ്മൾ പറയേണ്ട, അതുപോലെ നാളെ പകലിലും നമ്മൾ ആവർത്തിച്ചു പറയേണ്ട 5 ദുആകൾ. ഏതൊക്കെയാണ് 5 ദുആകൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും ചൊല്ലിയിരിക്കേണ്ട പുണ്യമായ ഒരു സ്വലാത്തുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് ഏതാണെന്ന് പരിചയപ്പെടാം. കൂടാതെ ഒരു 3 സൂറത്തുകൾ, 3 ചെറിയ കുഞ്ഞൻ സൂറത്തുകൾ ഈ ഒരു ദിവസം, അതായത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ എന്തായാലും ഓതിയിരിക്കേണ്ട ഒരു 3 കുഞ്ഞൻ സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ ഏതൊക്കെയാണെന്നും ആ സൂറത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്നും വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു തആല നമുക്കൊക്കെ കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ദുൽഹിജ്ജ മാസം അത് അല്ലാഹു തആല പ്രത്യേകം നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ളൊരു മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. പവിത്രമായ 4 മാസങ്ങളിൽ പുണ്യമായൊരു മാസമാണ്. അതുപോലെ തന്നെ ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട പുണ്യമായ ഒരു മാസമാണ്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. മുസ്ലിം ലോകം വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ട് ഒരുപാട് ഇബാദത്തുകളിലായി മുഴുകേണ്ട പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തആല നല്ലവണ്ണം ദുആ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലവണ്ണം ദുആ ചെയ്യണം. ഉസ്താദെ നിങ്ങൾ ദുആരക്ക്, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉസ്താദെ ദുആരക്കൻ എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടാൽ ഒന്നും ആവൂല. ഉസ്താദ് ദുആരക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കാര്യം നമ്മൾ തന്നെ അല്ലാഹുവിനോട് പറയണം. അതുകൊണ്ട് നല്ലവണ്ണം ദുആരക്കണം. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു 5 ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു 5 ദുആയുണ്ട്. ഒന്നാമത്തേത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. പിന്നെയോ നമ്മുടെ കുടുംബത്തിനു വേണ്ടി, ഭാര്യ, മക്കൾ, ഭർത്താവ്, എല്ലാവർക്കും വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതുപോലെ മറ്റൊരു ദുആയാണ് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതുപോലെ തന്നെ 5ാമതായി നമുക്ക് ദുആരക്കാം. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. 4 കാര്യങ്ങളാണ് ചോദിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അസ്അലുക, നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. സമ്പന്നത നൽകണം, എനിക്ക് ആഫിയത്ത് നൽകണം, എൻ്റെ പാപങ്ങളെല്ലാം പൊറുത്തിട്ടുള്ള നല്ലൊരു ജീവിതം നൽകണം. അപ്പൊ എല്ലാം ചോദിച്ചിട്ടുള്ള ദുആയാണ്. 5 ദുആകൾ. ഒന്ന് റബ്ബനാ ആതിനാ എന്ന് പറഞ്ഞ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. രണ്ടാമത്തേതോ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അതുപോലെ തന്നെ കുടുംബത്തിനു വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതുപോലെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. 5ാമത്തെ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. 5 ദുആകൾ ഇന്ന് മസ്റ്റായി നമ്മൾ ഒറ്റ പ്രാവശ്യം പോരാ, പല പ്രാവശ്യം ആവർത്തിച്ച് പറയണം. പിന്നെ മലയാളത്തിൽ ദുആരക്കണം. പടച്ചോനെ, എൻ്റെ കുടുംബം, എൻ്റെ കച്ചവടം, എൻ്റെ രോഗങ്ങൾ, അതുപോലെ എൻ്റെ കടങ്ങൾ, അതൊക്കെ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ജീവിതത്തിൽ എനിക്ക് നീ ഖൈർ നൽകണേ അല്ലാ. നല്ല ഖൈറായ ഒരു ജീവിതം തരണേ അല്ലാ. അല്ലാഹു, എൻ്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എൻ്റെ കച്ചവടം നീ ലാഭത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു നല്ല ജീവിതം
ജീവിതം തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ടുണ്ട്, അവരുടെ ഹജ്ജിനെ നീ സ്വീകരിക്കണേ അല്ലാ. എനിക്കൊക്കെ ഹജ്ജിനും ഉംറക്കും പോകാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാരക്കണം. ഇന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നല്ലവണ്ണം ദുആ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കും, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലെ. ഈ ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ നമ്മൾ സ്മരിക്കുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സ്മരണ തന്നെയാണ്, ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ഒരു സ്മരണയാണ് ഹജ്ജ്, ഉദ്ഹിയ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആ ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇതുപോലെയുള്ള അറിയാവുന്ന സ്വലാത്തുകൾ പറയണേ, മറന്നു പോകരുതേ. അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കാൻ പറ്റുന്നവർ സ്വതക്ക കൊടുക്കണേ. അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം മറന്നു പോകരുത്. സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം മറന്നു പോകരുത്. അത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതുന്ന, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിനത്തിലോ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതോടൊപ്പം തന്നെ ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ അധികരിപ്പിച്ച് ഓതേണ്ട ഒരുപാട് സൂറത്തുകളുണ്ട്. ഒന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. സൂറത്തുൽ ഇഖ്ലാസ് നല്ലവണ്ണം നമ്മൾ ഒരുപാട് കണ്ടു ഓതണം. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ 1,00,000 പ്രാവശ്യം അവൻ്റെ ജീവിതത്തിൽ, ഒരു മാസം കൊണ്ടെന്നല്ല, 2 മാസം കൊണ്ടെന്നല്ല, എപ്പോഴാണ് നമ്മൾ മരിക്കാന്നറിയില്ല, അതുകൊണ്ട് വേഗത്തിൽ ഓതി തീർക്കുക. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അവൻ ഓതുകയാണെങ്കിൽ കഫ അവനിക്ക് മതിയെന്നാണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് അവനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. സ്വർഗത്തിൽ കടക്കാൻ അവനിക്ക് ആ ഒരു അമൽ മതി. അതായത് ബാക്കി ഫർദായ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1,00,000 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് പിന്നെ ഈമാനിൽ അവനിക്ക് സംശയിക്കേണ്ടി വരില്ല, അവൻ കെലിമ ചൊല്ലി മരിക്കുമെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. നമ്മൾ ഓതാറുണ്ട് അല്ലേ, സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ 30 ആയത്തുള്ള സൂറത്താണ്. 30 ആയത്തുകളുള്ള വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. 89ാമത്തെ സൂറത്താണ്. വിശുദ്ധമായ ഖുർആനിലെ 89ാമത്തെ സൂറത്താണ്. 30 ആയത്തുള്ള സൂറത്താണ്. മക്കയിൽ വെച്ച് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച സൂറത്താണ്. 127 പദങ്ങൾ ഈ സൂറത്തിലുണ്ട്. 599 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. പരിശുദ്ധമായ ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവുകളിൽ ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഫജ്ർ ഓതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു, അവനിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. അത് മുൻകഴിഞ്ഞ പാപമാവാൻ, വരുന്ന പാപമാവാം, പല തരത്തിലുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും ഓതുന്നവർക്ക് പ്രത്യേകം സ്പെഷ്യലായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ സൂറത്തുൽ ഫജ്ർ ഓതുന്ന, നിത്യമാക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു കൊടുക്കും? ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശം അവനിക്ക് കൊടുക്കുമെന്നാണ്. പ്രകാശം അത് പല രൂപത്തിലാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാവാം, അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ സംരക്ഷണമാവാം, അങ്ങനെ പലതുമാവാം. പ്രകാശം അല്ലാഹു തആല നൽകുമെന്നാണ്. അല്ലാഹു തആല അത് നിത്യമാക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സൂറത്താണ്. ഭൂമിയിൽ അക്രമം കാണിച്ച് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞ മുൻകാല സമുദായം, ആ മുൻകാല സമുദായങ്ങളെ അല്ലാഹു തആല എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നൊക്കെയുള്ള ആ ഒരു വിവരണം കൊടുക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അതുപോലെ തന്നെ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ സൂറത്തുൽ ഫജ്റിൽ. അതുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, അത് നന്മയുടെ രൂപത്തിൽ വരാം, തിന്മയുടെ രൂപത്തിൽ വരാം. അപ്പോൾ ആ പല രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ റിയാക്ഷൻ, നമ്മൾ എങ്ങനെയാണത് ഏറ്റെടുക്കേണ്ടത്, അതൊക്കെ അല്ലാഹു തആല വിശദീകരിക്കുന്നു. അതുപോലെ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത അതൊക്കെ വിശദീകരിക്കുന്ന, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അപ്പോൾ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുന്നുണ്ട്. മഗ്‌രിബിന് ശേഷം ഉള്ള നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ നമ്മൾ ഓതുന്നുണ്ട്. അത് മാത്രം പോരാ, നിങ്ങളും അത് ഇന്നത്തെ പകൽ
അതായത് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ രാവുകളിൽ മാത്രമല്ല അതിൻ്റെ പകലുകളിലും ഓതാം, ദുൽഹിജ്ജ മാസം കഴിഞ്ഞാലും ഓതാം, ദുൽഹിജ്ജ മാസത്തിൽ മൊത്തത്തിൽ ഓതാം. ഏത് സമയത്തും ഓതൽ പതിവാക്കൽ നല്ലതായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലെ. വിശുദ്ധമായ ഖുർആനിലെ 108ാമത്തെ സൂറത്താണ്. മക്കയിൽ അവതരിച്ച ഖുർആനിലെ ഏറ്റവും കുഞ്ഞൻ സൂറത്തായ 3 ആയത്ത് മാത്രമുള്ള സൂറത്തുൽ കൗസർ അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅഹ, ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ കൗസർ ഓതിയാൽ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന, അല്ലാഹു തആല അവനിക്ക് സ്വർഗ്ഗത്തിലെ നദികളിൽ നിന്നും കുടിപ്പിക്കുന്നതാണ്. ഈ സൂറത്ത് എന്താണ്? ഈ ദുൽഹിജ്ജ മാസവുമായിട്ട് ബന്ധപ്പെട്ട് ഓതൽ നല്ലതാണെന്ന് മഹത്തുക്കൾ പറയാനുള്ള കാരണം, ഈ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ നാം താങ്കൾക്ക് കൗസർ നൽകിയില്ലേ അല്ലെ, ഹൗദുൽ കൗസർ നൽകിയില്ലേ, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നബിയെ താങ്കൾ എന്ത് ചെയ്യണം? അല്ലാഹു തആലയാകുന്ന ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകളുണ്ട്, ആ നിഅമത്തുകൾക്ക് പകരമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അപ്പോൾ നബിയെ താങ്കൾ നമസ്കാരം നിലനിർത്തുക, അതോടൊപ്പം തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മം, ബലികർമ്മം, അത് ആ ഒരു കർമ്മവും നിങ്ങൾ ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഈ ബലികർമ്മം നടത്തപ്പെടുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ മാസത്തിൽ നമ്മൾ ഓതൽ പതിവാക്കേണ്ട സൂറത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്തുകൾ നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കൗസർ. ഇത് നമുക്ക് നമസ്കാരത്തിൽ ഓതാം, അല്ലാതെ നിസ്കാരം കഴിഞ്ഞോതാം, ഏത് സമയത്ത് വേണമെങ്കിലും ഓതാം. ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു സൂറത്താണ് അല്ലെ. 3 ആയത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ സൂറത്താണ്. ഒരുപാട് നേട്ടങ്ങളാണ്. ഈ ഒരു സൂറത്ത് ഒരു മനുഷ്യൻ ഓതുന്നത് നിത്യമാക്കിയാൽ അവനിക്ക് അല്ലാഹു തആല എന്തു കൊടുക്കുമെന്നാണ്? മൻ ഖറഅഹ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന. ഈ സൂറത്ത് ഓതൽ നിത്യമാക്കുന്നവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ നദികളിൽ നിന്നും അവനെ കുടിപ്പിക്കുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അവൻ്റെ ഹൃദയം ലോലമാകും, കാരുണ്യമുണ്ടാകും, അവനിക്ക് ദേഷ്യവും വാശിയുമൊക്കെ മാറും. മക്കൾക്ക് ഈ സൂറത്ത് ഓതിയിട്ട് 7 വട്ടമോ അല്ലെങ്കിൽ 11 വട്ടമോ 3 വട്ടമോ ഒക്കെ ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ അത് വലിയ ഗുണം ചെയ്യും എന്നൊക്കെ ഈ സൂറത്തിൻ്റെ തഫ്സീറൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ദുആരക്കുക. 5 പ്രധാനപ്പെട്ട ദുആകൾ നമ്മൾ നിത്യമാക്കണം. ആ ദുആകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓതൽ പതിവാക്കേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ കൗസർ, അതുപോലെ സൂറത്തുൽ ഹജ്ജൊക്കെ ഓതാം. അതിനൊക്കെ വലിയ പുണ്യമുണ്ട്. പിന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത്. പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ അൽഹംദുലില്ലാ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ആ മൃഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ തക്ബീർ ചൊല്ലുക. പിന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ചേരാൻ താല്പര്യമുണ്ട് പലർക്കും, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളോട് അടുത്തിരിക്കുന്ന, അതായത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ഷെയറെങ്കിലും നമ്മൾ ചേരുക. ഒരു മൃഗത്തെ വാങ്ങിച്ചറക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ അറക്കുക. ഈ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മത്തിൽ നമ്മൾ കഴിവുണ്ടായിട്ടും പങ്കെടുക്കാതിരുന്നാൽ അത് നമുക്ക് വലിയ നാശം കൊണ്ടുവരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ ഖൈറായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളിൽ പലരും രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സമാധാനപരമായ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് കമൻറ്റായി എഴുതുന്ന, ഞങ്ങളോട് നേരിട്ട് പറയുന്ന ഒരുപാട് ഉപ്പമാർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വർഷത്തെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ. ഉദ്ഹിയ്യത്ത്
എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉദ്ഹിയ്യത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.